ചോദിക്കുമ്പോൾ അല്ലാഹു തരികയാണ്. അല്ലെങ്കിലോ നിങ്ങളുടെ ആ ദുആ കാരണത്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയൊരു മാരകമായ വിപത്ത് അല്ലാഹു മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറയുകയാ. ഒന്നുകിൽ നിങ്ങൾ ചോദിച്ചത് തരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിപത്തുകളെ അല്ലാഹു തട്ടിമാറ്റുകയാണ്. മൂന്നാമത്തെ രീതി എങ്ങനെയെന്നറിയോ? നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ആ ദുആനെ മാറ്റിവെക്കുന്നത് എവിടേക്കെന്നറിയോ? നാളെ പരലോകത്തേക്ക് ആരുമില്ലാതെ നമ്മൾ കടന്നു വരുമല്ലോ. ആരും സഹായിക്കാനില്ലാത്തൊരു ലോകമുണ്ടല്ലോ. ഒരാൾ പോലും ഒരു പുഞ്ചിരി കൊണ്ട് പോലും കൂടെ നിൽക്കാത്ത അല്ലാഹുവിന്റെ മഹ്ശറുണ്ടല്ലോ. ആ സമയത്തേക്ക് ഞാൻ നിങ്ങൾ കടന്നു ചെല്ലുകയാണ്. ആ സമയത്തേക്ക് വേണ്ടിയിട്ടാണ്, അവിടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാ നിന്റെ ദുആനെ അല്ലാഹു മാറ്റി വെച്ചിരിക്കുന്നതോ. ഇത് നമ്മൾ തിരിച്ചറിയാതെ അല്ലാഹുവിനെ കുറ്റം പറയല്ലേ, അല്ലാഹു ദുആ സ്വീകരിക്കുന്നില്ലെന്ന് പരാതി പറയല്ലേ. അല്ലാഹു എല്ലാം നമുക്ക് തരികയാണ്, നമ്മൾ അറിയുന്നില്ല. മുസ്ലിമേ, നിരാശരായ നിങ്ങളാരും മറന്നു പോകല്ലേ, നിങ്ങൾ മടങ്ങി പോകല്ലേ. ലാ തഖ്നതു